ഇവിടെ ഒരു നായക്കുട്ടി പൂട്ടിവെച്ച ഒരു വാഹനത്തിനുള്ളിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് ബോധം കെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ വഴി പോയ ഒരു അമ്മയും മകനും അത് കാണുകയും ഉടൻ തന്നെ വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. കണ്ണു തുറന്ന നായക്കുട്ടി അവരെ കണ്ടതും സ്നേഹത്തോടെ ഓടി വന്ന് അവരെ ചേർത്ത് പിടിക്കുന്നു. അന്നു മുതൽ അവരാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടിയും നായയും വളരെയധികം അടുത്ത സുഹൃത്തുക്കളായി മാറുന്നു. ആ നായയ്ക്ക് ആ പയ്യൻ ബെയിലി എന്ന പേരിടുന്നു. ഇങ്ങനെ സമയം കടന്നു പോകുമ്പോൾ ഇരുവരും ഒരുമിച്ചാണ് വളരുന്നത്. ഒരു ദിവസം ആ കുട്ടി എന്തോ ദുഃഖത്തിലിരിക്കുമ്പോൾ അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നായ റഗ്ബി പന്ത് എടുത്തുകൊണ്ടുവന്ന് കളിക്കാൻ വിളിക്കുന്നു. അതിൽ ശ്രദ്ധ മാറിയ കുട്ടി അതിനൊപ്പം കളിക്കാൻ പോകുന്നു. ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കകം ആ കുട്ടി കോളേജിനായി മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു. അന്നു മുതൽ ഇരുവരും വേർപിരിയുന്നു. അവന്റെ വേർപാട് സഹിക്കാനാകാതെ നായ എല്ലായ്പ്പോഴും ദുഃഖത്തിലായിരിക്കുന്നു. എപ്പോൾ തിരികെ വരുമെന്ന് കാത്തു ഒടുവിൽ നായയ്ക്ക് ഗുരുതരമായ അസുഖം പിടിപെടുന്നു. നായയ്ക്ക് ഇതിനകം പ്രായം കൂടിയതിനാൽ ഡോക്ടർ അതിനെ രക്ഷിക്കാനാകില്ലെന്ന് പറയുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ നായയെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി നഗരത്തിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി അവനോടൊപ്പം കഴിയാനാകില്ലെന്ന ചിന്തയോടെ അവന്റെ മടിയിൽ തലവെച്ച് നായ മരണപ്പെടുന്നു. ആഗ്രഹവും വേദനയും നിറഞ്ഞ അവസ്ഥയിൽ മരിച്ച നായ കണ്ണു തുറന്നു നോക്കുമ്പോൾ രണ്ടാം ജന്മം ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ചെറുപ്പമുള്ള ഒരു നായക്കുട്ടിയായിരിക്കുന്നു. ആരോ രണ്ടുപേർ അതിനെ എടുത്തോണ്ട് പോകുന്നു. എന്നാൽ മുൻജന്മത്തിലെ ഓർമ്മകളെല്ലാം ഇന്നലെ നടന്നതുപോലെ അതിന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൊണ്ടുപോയ ഉടമയ്ക്ക് വീട്ടിനുള്ളിൽ വെക്കാൻ തീരെ ഇഷ്ടമില്ലാത്തതിനാൽ പുറത്തു കെട്ടിവെക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം ആരും ശ്രദ്ധിക്കാതെ അതൊരു തെരുവുനായയായി മാറുന്നു. അപ്പോൾ അവിടെ വെച്ച് അതിന് വളരെ പരിചിതമായ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നു. ആ മണത്തെ പിന്തുടർന്ന് അത് പോകുന്നു. നോക്കുമ്പോൾ ആ യജമാനായ പയ്യൻ കുട്ടി ഇപ്പോൾ വളരെയധികം പ്രായമായിരിക്കുന്നു. എങ്കിലും അത് അവനാണെന്ന് നായ തിരിച്ചറിയുന്നു. ഓടിച്ചെന്ന് അവന്റെ മേൽ ചാടുന്നു. അവനും അതിനെ ഒരു സാധാരണ നായയാണെന്ന് കരുതിയിട്ട് വളർത്താൻ തുടങ്ങുന്നു. ഒരു ദിവസം അവൻ ദുഃഖത്തിലായിരിക്കുമ്പോൾ പിന്നിൽ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആ റഗ്ബി പന്ത് എടുത്തുകൊണ്ടുവന്ന് നായ കളിക്കാൻ വിളിക്കുന്നു. അപ്പോഴാണ് അവന് തന്റെ ബാല്യകാല നായയായ ബെയിലിയെ ഓർമ്മ വരുന്നത്. ആ പേര് വിളിച്ചപ്പോൾ നായയും അതേ എന്ന് സമ്മതിക്കുന്നത് പോലെ പ്രതികരിക്കുന്നു. ഒടുവിൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും ഒരുമിച്ച് ഒന്നിക്കുന്നു.